അപ്പം മധുരയിലുള്ള തിരുമല നായക് കൊട്ടാരത്തിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ അവിടോട്ട് പോകുന്നത്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കൊട്ടാരം തന്നെ കേട്ടോ അത്. കാരണം ഇതിൻ്റെ പിന്നിൽ അത്ര ഭംഗിയുള്ള ഒരു കൊട്ടാരം കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഒരുപാട് ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വെറുതെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കാമാവാനും ഒക്കെ പറ്റിയൊരു കൊട്ടാരം കേട്ടോ. അത്ര കൂളായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഒരു കൊട്ടാരം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു കൊട്ടാരം കേട്ടോ. അപ്പം ഈ പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ലേ ആരാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതെന്ന്. അതെ, തിരുമല നായക് എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ഇഷ്ടികയും മോട്ടറും കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ശ്രദ്ധേയമായ സവിശേഷത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേ ഒരുപാട് വെളുത്ത തൂണുകൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 1000 തൂണുകൾ പണി കഴിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവയിൽ പലതും മുറ്റത്ത് പ്രവർത്തിക്കുന്ന ഇടനാഴിയെ അഭിമുഖീകരിച്ചാട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഈ തൂണിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 20 മീറ്റർ ഉയരവും 4 മീറ്റർ ചുറ്റളവും ഉണ്ട് കേട്ടോ ഈ തൂണുകൾക്ക്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ ഉയരങ്ങളിലുള്ള മിനുക്കിയ കറുത്ത കല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടോ. ഇത് നിങ്ങൾ കണ്ടോ, ഇത് രാജാവിൻ്റെ സിംഹാസനാട്ടോ. ഇവിടെ ഇരുന്ന് താഴേക്ക് നോക്കിയാണ് രാജാവ് എല്ലാം കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊട്ടാരം പണിയുന്നതിനായിട്ട് തിരുമല നായക് രാജാവിൻ്റെ ചെറുമകനാണ് മനോഹരമായ ഘടനയുടെ ഭൂരിഭാഗവും പൊളിച്ചു മാറ്റുകയും അതുപോലെ തന്നെ മിക്ക ആഭരണങ്ങളും മരക്കൊമ്പുകളും നീക്കം ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ ദിവസവും ഇംഗ്ലീഷിലും അതുപോലെ തമിഴിലും ശബ്ദ വെളിച്ച പ്രദർശനം ഇവിടെ ഉണ്ടാവും. അത് 1/2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ഷോ തിരുമല രാജാവിൻ്റെ ഗുണങ്ങളെ, പ്രത്യേകിച്ച് കലകളോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം, യുദ്ധത്തിലെ വിജയങ്ങൾ, പ്രജകളോടുള്ള സ്നേഹം എന്നിവയൊക്കെ അതിൽ പറയുന്നത്.